അപ്പോൾ നമുക്ക് കാണാം അത് തിളച്ച് മറിയുന്നത്. ഇങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. ഒരു രക്ഷയില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു തുണിയാണ്. ആ തുണിയിൽ സെൻട്രലായിട്ട് ചെറിയൊരു ഹോളുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നത് കാണാം. അവിടെ ജിലേബി ഉണ്ടാക്കിയിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇത്ര ജിലേബി കയ്യിൽ കിട്ടിയുള്ളൂ. പക്ഷേ ഞാൻ എന്തായാലും ഉറപ്പായും ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ നമ്മളിവിടെ പൊക്കവട ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുന്തിരി പക്കട. മോഹൻലാൽ പറയുന്ന പോലെ ഇനി ചെറിയ കളികളില്ല, വലിയ കാഴ്ചകൾ മാത്രം എന്ന് പറഞ്ഞ പോലെ ഇത് മൊത്തം ബൾക്കാണ്. ഒരു രക്ഷയില്ലാത്ത ബൾക്ക്. ഇവിടെയുള്ള എല്ലാ ഐറ്റവും ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതെ, ഒരു മനുഷ്യ ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുഖത്ത് നോക്കി തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അനുവട്ടെ. അതായത് മുമ്പ് നമ്മൾ കലാകാന്തിൽ നെയ്യ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ നെയ്യും ശർക്കര ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും തിന്നാൻ വയ്യ. സത്യത്തിലേ ആ 2-3 കഴിക്കുമ്പോഴേക്കും തന്നെ മപ്പായി വയ്യ. അതുകൊണ്ടാണ്. കോയമ്പത്തൂർ യാത്രയുടെ ഭാഗമായിട്ട് കസിൻസ് ഇപ്പോൾ വന്നിട്ടുള്ളത് ശ്രീ മുരുകവിലാസം നെല്ലൈ പെരിയല സ്വീറ്റ്സിലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് എല്ലാം ഓടി നടന്ന് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരിയല സ്വീറ്റ്സിൻ്റെ മുകളിലുള്ള കിച്ചണിലാണ്. അപ്പോൾ നമുക്ക് പുറകിൽ കാണാം ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സ് ആണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നത് കാണാം. മാത്രമല്ല നമുക്കത് കഴിച്ചു നോക്കാം. ഇത് കടലമാവാണ്. നമ്മൾ ലഡു ഉണ്ടാക്കാനായിട്ട് ബൂന്തി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം അത് തിളച്ച് മറിയുന്നത്. ഇങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. ഒരു രക്ഷയില്ല. ലഡു ഉണ്ടാക്കാനായിട്ട് ആ ബൂന്തി ആ പഞ്ചസാര മിശ്രിതത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് സമയം തിന്നും ചൂടാറിയതിന് ശേഷമാണ് നമ്മളിതിന് ഉരുട്ടിയെടുക്കുള്ളൂ. ആ ഉരുട്ടിയെടുക്കുമ്പോഴാണ് നമ്മൾ മുന്തിരി അണ്ടിപ്പരിപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്യുന്നത്. എൻ്റെ അവസാനം നെയ്യൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കിടുക്കൻ ലഡു ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. ആ ബൂന്തിയിൽ നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഏലക്കായൻ്റെ പൊടി, പിന്നെ കുറച്ച് നെയ്യ് അത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഉരുട്ടിയെടുക്കണം, ലഡു ആക്കി ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ ലഡു ഉരുട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഉരുട്ടിയെടുക്കുന്നതൊക്കെ കാണാനൊക്കെ നല്ല രസം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കഴിച്ചിട്ട് ഉരുട്ടുന്ന പോലെ തന്നെയാണ് ഇവിടെ ലഡു ഒക്കെ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഞാനത് കഴിച്ചോട്ടെ അതിനുണ്ടെന്നുള്ളത്. സൂപ്പർ. അതായത് നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. അപ്പോൾ ഇത് ജിലേബി ഉണ്ടാക്കാനായിട്ട് ഉഴുന്നുമാവും അരിമാവും കൂടെ മിക്സ് ചെയ്തതാണ്. അതിനകത്തേക്ക് ഇപ്പോൾ റെഡ് കളർ മിക്സ് ചെയ്യണം. വാവ്, സൂപ്പർ. ഇത് നല്ല ചുവന്ന ജിലേബി ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ജിലേബി പിഴിഞ്ഞെടുക്കാൻ പോവാണ്. അതായത് റൗണ്ടിൽ മുറുക്കൊക്കെ ചുറ്റിയെടുക്കുന്ന പോലെ ചുറ്റിയെടുക്കാൻ പോവാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു തുണിയാണ്. ആ തുണിയിൽ സെൻട്രലായിട്ട് ചെറിയൊരു ഹോളുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നത് കാണാം. നല്ല അടിപൊളി റെഡ് ജിലേബി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എണ്ണയിലിട്ട് ആ ചൂടാക്കി എടുത്ത ആ ജിലേബിനെ നമ്മൾ ഷുഗറിൻ്റെ മിശ്രിതത്തിൽ ഒന്ന് മുക്കി വയ്ക്കും. അതിൻ്റെ ശേഷം എടുത്ത് കുറച്ച് നേരം പുറത്ത് വയ്ക്കും. അത് കഴിഞ്ഞാൽ സംഭവം ജിലേബി സെറ്റായി. ഇത് ഇവിടെ കാണുന്നുണ്ടോ? അത് മൊത്തം നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളാണ്. അവിടെ ജിലേബി ഉണ്ടാക്കിയിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇത്ര ജിലേബി കയ്യിൽ കിട്ടിയുള്ളൂ. പക്ഷേ ഞാൻ എന്തായാലും ഉറപ്പായും ടേസ്റ്റ് ചെയ്ത് നോക്കും. അടിപൊളി മോനെ, സൂപ്പർ. അപ്പോൾ ഞാൻ മൊത്തത്തിലേ ഒന്ന് പൊതിഞ്ഞെടുത്ത് വീട്ടിൽ കൊണ്ടുവരാം രാവിലെ. ഏറ്റവും കോമഡി അതല്ല, എൻ്റെ പുറകെ നിൽക്കുന്ന രാഹുലുണ്ട്, ക്യാമറയ്ക്ക് പുറകെ നിൽക്കുന്ന രാഹുൽ ഇത് കണ്ട് കൊതിയടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ പൊക്കവട ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുന്തിരി പക്കട. മുന്തിരി പക്കോട. ആ, അതെന്നാ മുന്തിരി പക്കോട? മുന്തിരി പക്കട അതാ സ്പെഷ്യൽ. என்னென்ன மிக்ஸ் பண்ணுவாங்க இதில்? முந்திரி, வெங்காயம், இஞ்சி, பச்சை மிளகா, கருவேப்பிலை, புதினா, மல்லி, அவ்வளோதான். எல்லாம் மிக்ஸ் பண்ணிட்டு பக்கோடா. பக்கோடா, கடலமாவு, ஆயில், தண்ணி, உப்பு, சோடா. இது பண்ணி முடிச்சுட்டுன்னா பக்கோடா ரெடி. பக்கோடா ரெடி. ரெடி ரெடி. இது நமக்கு சாப்பிடலாம். സൂപ്പർ. സൂപ്പർ, അടിപൊളി. നല്ല ചൂട്. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് പിടിക്കാനൊന്നും പറ്റുന്നില്ല. ഇതിപ്പോൾ അതൊന്ന് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. പക്ഷേ സംഭവം സൂപ്പറാണ്. മുന്തിരി പക്കോട അല്ലേ? മുന്തിരി പക്കോട നമ്മുടെ ബേക്കറിലൊക്കെ അവൈലബിൾ ആണ് ഈ സാധനം. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഫാക്ടറിയിൽ വന്നിട്ട് അത് ഉണ്ടാക്കുന്നത് കാണുന്നത് ലൈവായിട്ട്. ஆனால் இது ஆர்டினரி பக்கோடையா? ஓகே. அப்போ இதுக்கும் முந்திரி பக்கோடைக்கு என்ன டிஃபரன்ஸ்? இது அதில் முந்திரி ஜாஸ்தி போடுவோம், இதில் லைட்டாக போடுவோம். அதுதான் டிஃபரன்ஸ். ஆமாம். டேஸ்ட் எல்லாமே சேம். டேஸ்ட் வந்து இது ஒரு மாதிரியா இருக்கும், அது ஒரு டேஸ்ட்டாக இருக்கும். எப்படியா? ஆமாம். മുന്തിരി പക്കോടയിൽ കുറച്ച് അധികം മുന്തിരി ഇടും. നോർമൽ പക്കോടയിൽ മുന്തിരിയുടെ അളവ് കുറവായിരിക്കും. പക്ഷേ ടേസ്റ്റിൽ നല്ല വ്യത്യാസം വരുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയ ശേഷം നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ കണ്ട മുന്തിരി പക്കോടയും ഓർഡിനറി പക്കോടയും കണ്ടു. അതിനകത്ത് ഈ മുന്തിരി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന മുന്തിരിയല്ല, അവർ കാഷ്യൂനട്ടിനെയാണ് ഈ മുന്തിരി എന്ന് പറയുന്നത്. അപ്പോൾ മുന്തിരി പക്കോടയിൽ ഒരു കാഷ്യൂനട്ടിൻ്റെ പകുതി പീസും ഓർഡിനറി പക്കോടയിൽ അതിനും ചെറിയ പീസുകളാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ നമ്മളിവിടെ ഒനിയൻ പക്കോടയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അതായത് ഉള്ളിപ്പക്കോട. கடலமாவு, ரத்தப்பொடி, பெருஞ்சீரகம், அப்புறம் ஜீரகம், காயம், அவ்வளோதான். தண்ணி லேசாக ஆயில், அவ்வளோ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒനിയൻ പക്കോട നമുക്ക് കഴിക്കാം. നല്ല മൊരിഞ്ഞ ഉള്ളിപ്പക്കോട കഴിച്ചു നോക്കണമല്ലോ ഉറപ്പായിട്ടും. ഇവിടെയുള്ള എല്ലാ ഐറ്റവും ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഈ ഒരു അടുപ്പിൽ നമ്മൾ മിക്സറാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മിക്സറിന് വേണ്ട സാധനങ്ങൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പേരെന്നെ? ஓம்படினா ഓംപൊടി. ഓംപൊടി എന്ന് പറയുന്നത് മറ്റേ മിക്സറിൽ എടുക്കുന്ന എന്താ ഉപ്പ് അത് തന്നെ. ഇത് ഓംപൊടി എന്നാണ് ഇവർ പറയുന്നത്. ആ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത്. ഇനിയിപ്പോൾ ഇതിനൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് നമ്മൾ മിക്സർ ഉണ്ടാക്കുന്നത്. മോഹൻലാൽ പറയുന്ന പോലെ ഇനി ചെറിയ കളികളില്ല, വലിയ കാഴ്ചകൾ മാത്രം എന്ന് പറഞ്ഞ പോലെ ഇത് മൊത്തം ബൾക്കാണ്, ഒരു രക്ഷയില്ലാത്ത ബൾക്ക്. അപ്പോൾ നമ്മൾ മിക്സർ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ബൂന്തി ഉണ്ടാവും. ആ ബൂന്തിയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് നല്ല രസമുള്ള കാഴ്ചകളാണ് കേട്ടോ. അതിൽ എന്നെ മിക്സ് பண்ணுவாங்க? மிச்சர் ஓமப்பொடி, மிச்சர் காரா பூந்தி, அவல், தட்டைப்பயிறு, எல்ஜி காயப்பொடி, கருவேப்பிலை, மிளகாத்தூள், மஞ்சத்தூள் എല്ലാം പ്രോസസ് മുടിഞ്ഞാൽ ഒന്നാ മിക്സ് പണി വിരയിടുവാங்க. ഇതെന്താണെന്ന് നമ്മൾ മലയാളികൾക്ക് പറഞ്ഞേണ്ട ഒരു ആവശ്യമില്ല. ചിപ്സ്. നമ്മുടെ പാലക്കാട് ആലത്തൂർ ഇതുപോലെ ഒരുപാട് ചിപ്സ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മളതിന് മുമ്പ് ഇത്രയും ബൾക്കായിട്ട് ഉണ്ടാക്കുന്നത് കണ്ടത് അവിടെ നിന്നാണ്. അപ്പോൾ ഇതാണ് കട്ടിംഗ് മെഷീൻ, ചോപ്പിംഗ് മെഷീൻ. നമ്മുടെ ലേസ് അതല്ല, ഇത് പൊട്ടറ്റോ പെപ്പർ ചിപ്സ് ആണ്. അപ്പോൾ ഇതാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആവും. ഡ്രൈ ആയതിനു ശേഷം അതിൻ്റെ മേലെ പെപ്പർ, കുരുമുളക് പൊടി ഒന്ന് തൂക്കിയിടും. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ലഡു ഉണ്ടാക്കാനായിട്ട് ബൂന്തി ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പോൾ അതിന് കുറച്ച് ബൂന്തി നമ്മളെടുത്ത് മാറ്റിയിട്ട് അതിനകത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായൻ്റെ പൊടി, കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഒരു സ്വീറ്റ് ബൂന്തിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ബേക്കറിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ചൂടുണ്ട്, പക്ഷേ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബാദിഷ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. இது மைதா வந்து 5 கிலோ, சோடா லெமன் சால்ட்டு 25 கிராம் 25 கிராம், டால்டா 2 கிலோ, வாட்டர் 2 லிட்டர், ஆயிலில் வேக்காடு എടുത്ത് அதுக்கப்புறம் ജീരക போடணும். ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു സാധനത്തിന് നമ്മൾ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കും. എന്നിട്ട് അതിനുശേഷം പഞ്ചസാര ലൈനിൽ 2-3 മണിക്കൂർ മുക്കിയിടും. അതോടുകൂടി ബാദുഷ റെഡിയായി. അപ്പോൾ അതായത് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് കോക്കനട്ട് ബോളി എന്ന് പറയുന്ന സാധനമാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ അത് വെറൈറ്റി ആയിട്ട് കണ്ടിട്ടുള്ള സാധനമാണ്. കാരണം അതിൽ എണ്ണ ഇருக்கு தேங்காய், இது மைதா அண்ட் வெல்லம். வெல்லம் வந்து மிக்ஸ் பண்ணி ஸ்டஃப் பண்ணுறது, உள்ள மைதாவில் ஸ்டஃப் பண்ணுறது. அது மற்றபடி அவ்வளோதான். വെല്ലം സർക്കര? இல்லை வெல்லம். വെല്ലം வெல்லம். അതായത് നമ്മുടെ നാട്ടുവെല്ലം. നമ്മുടെ നാട്ടിലെ വെല്ലം തന്നെയാണ് ഈ പറയുന്നത്. അതിനടിയിൽ സ്റ്റഫ് ചെയ്തിട്ടാണ് ഈ ഒരു ബോളി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അത് ആദ്യമായിട്ട് കാണാണ്, ഒന്ന് കഴിച്ചു നോക്കണം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ചേട്ടൻ ഒരു കോക്കനട്ട് ബോളി തന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. പക്ഷേ നല്ല ചൂടുണ്ട്. ഇപ്പോൾ അത് ഇറക്കിയതേ ഉള്ളൂ. അത് ഞാൻ കഴിച്ചു നോക്കട്ടെ. ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ഇലയുടെയൊക്കെ ഇല്ലേ, ഇലയുടെ ഒരു സെയിം ടേസ്റ്റ്. കാരണം അതിനകത്ത് ഈ വെല്ലമൊക്കെ നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കാണ്. അതിൻ്റെ സെയിം ടേസ്റ്റ് ആയിട്ടുണ്ട്. നല്ല രസമുണ്ട്, സൂപ്പർ. രാവിലെ എന്നോ ഇതെന്താണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. മുറുക്ക് ഇത് കൈകൊണ്ട് ചുറ്റി ഉണ്ടാക്കുന്നതല്ല, ഇവിടെ മെഷീനിലാണ് ഇത് ചുറ്റി ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മളിതിന് മുമ്പ് കൊടുവായൂർ ഒരു മുറുക്ക് പോലിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൈകൊണ്ടാണ് അവരുണ്ടാക്കുന്നത്, പക്ഷേ ഇവിടെ മെഷീനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതല്ലേ ക്യാരറ്റ് ഫ്ലേവറിൻ്റെ മൈസൂർ പാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ വേറെ എന്നാ മൈസൂർ പാവാണ് എപ്പിടിയാണ്? നെയ്, ஏலக்காய், ஜாதிக்காய், ജാതിക്ക, கடல மாவு, நெய் എല്ലാം കൂടെ മിക്സ് பண்ணி எல்லாம் மிக்ஸ் பண்ணி அடிக்கிறது. சட்டியில் போட்டு சீனியருக்கு மேலே மிஷினில் போட்டு கிண்டி அடிக்கிறது. ഓ അவ்வளோதான். அவ்வளோதான். സൂപ്പർ. അപ്പോൾ ഈ മൈസൂർ പാവിൽ നെയ്, ഏലക്കായ്, അതുപോലെ ക്യാരറ്റ്, കടലമാവ്, സക്കര, ഇതെല്ലാം അതായത് പഞ്ചസാര, ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഈ മൈസൂർ പാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സാണ് നടക്കുന്നത്. ഇവിടെ ഒരുപാട് മൈസൂർ പാവ് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. പക്ഷേ എണ്ണിയപ്പോൾ എനിക്ക് തന്നെ എണ്ണം തെറ്റിപ്പോയി. കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ. അപ്പോൾ നിങ്ങൾക്ക് എണ്ണം തെറ്റും, അതേ പറയുന്നുള്ളൂ. ഇവിടെ ഒരുപാട് വെറൈറ്റി മൈസൂർ പാവ് ഉണ്ട്. എണ്ണിയപ്പോൾ എനിക്ക് തന്നെ എണ്ണം തെറ്റിയെന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ വരിക, ഓരോ ഐറ്റം ടേസ്റ്റ് ചെയ്യുക. ഇനി ഉച്ചയ്ക്ക് വല്ലതും കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ അത് ടേസ്റ്റ് ചെയ്തു. ക്യാരറ്റ് മൈസൂർ പാവ് സൂപ്പറായിരുന്നു. അതെ, ഒരു മനുഷ്യൻ ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുഖത്ത് നോക്കി തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അനുപോട്ടെ. അപ്പോൾ ഞാൻ ഇതൊരു സീറ്റിലൂടെ എത്തിയപ്പോൾ നേരെ ക്യാമറ കൈ കൊടുത്ത് ഞാൻ അപ്പുറത്ത് കയറി. ഇനി ഇവിടെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്, എല്ലാം അനൂപൻ്റെ മുഖം നോക്കി തിന്നാൻ പോകണം. இது வந்து பனாரஸ் ஸ்வீட்ஸ், பனாரஸ் சோன் பப்டின்னு சொல்லுவாங்கல்ல. ഓക്കെ, ഇത് ബനാറസ് സോൻ പപ്പടി എന്നാണ് പറയുന്ന ആള്. ஃபுல்லாக பஞ்சு மாதிரி இருக்கும். അപ്പോൾ ഈ ബനാറസ് സോൻ പപ്പടി പറഞ്ഞാൽ ശരിക്കും കടലമാവും നെയ്യും മാത്രമേ ഉള്ളൂ. ഇത് കോയമ്പത്തൂർ സ്പെഷ്യൽ ആണെന്നാണ് ചേട്ടൻ പറയുന്നത്. கலாக்கந்து, கலாக்கந்துனா வெறும் பால் கோவான்னு சொல்லுவாங்கல்ல. ஓகே. பால் கோவா வந்து அது வேற விஷயம். இது வந்து அதில் செய்கிறது வந்து வெறும் பாலில் செய்கிறது வந்து கலாக்கந்து சொல்லுவாங்க.
இதை கட் பண்ணி கொடுக்குறது. பால்கோவா வேறு ஐட்டம் இருக்குது. ഇതിന് കലാകന്ദ് എന്നാണ് പറയുന്നത്. അതായത് പാൽഗോവ തന്നെ, പക്ഷെ അതിൻ്റെ ചെറിയൊരു വെറൈറ്റിയാണ്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. അയ്യോ, വായു വെച്ചതിലേ അലിഞ്ഞു പോയി. എൻ്റെ പൊന്നോ കിടിലൻ. നീ പകപോക്കുകയാണല്ലേ? അതെ, ഞാനിത് പകപോക്കുകയാണ്. മൊത്തം കഴിച്ചു തീർക്കണ്ടായി, ഒരുപാട് സാധനങ്ങൾ കഴിക്കാനുണ്ട്. മിക്കവാറും ഞാൻ ഇവിടെ നപ്പായി കിടക്കും. ഇതെന്നാ இது வந்து மில்க் கேக்கு. இந்த ஃபுல்லாக வந்து நெய், பால், சர்க்கரை, வேறு எதுவுமே கிடையாது. അതായത് മുമ്പ് നമ്മൾ കലാകന്ദിൽ നെയ്യ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ നെയ്യും ശർക്കര ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊന്നും തിന്നാൻ വയ്യ സത്യത്തിലേ. ആ 2-3 കഴിക്കുമ്പോഴേക്കും തന്നെ മപ്പായി വയ്യ. അതുകൊണ്ടാണ്. അതായത് ഇത് കുറേ പാൽഗോവൻ്റെ ഐറ്റംസാണ്. അതിൽ തന്നെ ഡിഫറെൻറ്റ് കളറിലുണ്ട്, ഡിഫറെൻറ്റ് ഡിസൈനിലുണ്ട്. ഇത് ഏത് അറ്റത്തുനിന്ന് തുടങ്ങുന്നത് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാം എന്താ സംഭവം. இதோ டேஸ்ட் எல்லாம் வெரைட்டி டேஸ்ட். അതായത് നമ്മുടെ പെരിയല സ്വീറ്റ്സിലാണ് ഇത്ര തരം പാൽഗോവ ഉള്ളതെന്നാണ് അവർ പറയുന്നത്. അതായത് നമ്മുടെ പാൽഗോവ തന്നെ അതിൽ തന്നെ ഡിഫറെൻറ്റ് കളറും ഡിഫറെൻറ്റ് ടേസ്റ്റും ആഡ് ചെയ്ത് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് വേറെ വേറെ ടേസ്റ്റ് ആക്കിയും വേറെ വേറെ ഷേപ്പ് ആക്കിയും നല്ല ഭംഗിയാക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ കട്ട് ചെയ്യുന്നത് ഈ റോൾ പോലെയുള്ളത് മുന്തിരി പിസ്ത റോൾ എന്നാണ് അതിൻ്റെ പേര്. ഇതും ഒരു സ്വീറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇതിന് മുന്തിരി പിസ്ത റോൾ എന്ന് പറയാൻ കാരണം ഇതാ ഇതിൻ്റെ ഉള്ളിൽ പിസ്തയാണ്. നിങ്ങൾ വിചാരിക്കും കഴിക്കാൻ പോകണമെന്ന്, പക്ഷെ കഴിക്കാൻ പോവല്ല, വയ്യ, കഴിക്കാൻ വയ്യ. ടേസ്റ്റ് ചെയ്യാൻ പോലും വയ്യ, മപ്പായിരിക്കുകയാണ്. എന്നാലും ഇതിന് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയണല്ലോ, അതിനുവേണ്ടി മാത്രം ചെറിയൊരു കുഞ്ഞ് പീസ്. ആ ഉള്ളിലുള്ള പിസ്തിൻ്റെ ടേസ്റ്റ് നമ്മൾ ഫസ്റ്റ് കഴിക്കുമ്പോൾ പാൽഗോവയും അതിൻ്റെ ഉള്ളിലുള്ള പിസ്തയും നല്ല ടേസ്റ്റായി വരുന്നുണ്ട്. ഫസ്റ്റ് കടിക്കുന്നത് പാലിൻ്റെ ടേസ്റ്റ് വരും, പിന്നെ ഒരു കടിക്ക് ആ പിസ്തിൻ്റെ ടേസ്റ്റും കൂടി വരും. നല്ല സൂപ്പറായിട്ട് സംഭവം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഈ പെരിയല സ്വീറ്റ്സിൻ്റെ സൂപ്പർവൈസർ സുബ്രഹ്മണ്യൻ ചേട്ടനുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്നുള്ളതൊക്കെ നമുക്ക് ചോദിക്കാം. ஸ்வீட்ஸே ஒரு லட்டு, ரவா லட்டு, மோதி லட்டு, பாதுஷா, காரத்தில் ஒரு 10-15 வகை இருக்குது. 15-20 ஐட்டம் மேலே போடுவோம் நாங்கள். சிப்ஸ்லேயே ஒரு 4 ஐட்டம் இருக்குது. மிக்சரில் ஒரு 4 ஐட்டம். அப்புறம் பக்கடாவில் 2-3 ஐட்டம். ஆனியன் பக்கடா, முந்திரி பக்கடா. அப்புறம் தனி ஓமப்பொடி, இப்படி முந்திரி. இப்போ எவ்வளோ நாளாச்சு இந்த பெரியல സ്വീറ്റ്സ് സ്റ്റാർട്ട് பண்ணிட்டு? 55 வருஷம் ஆகும். 55 വർഷം. ஆமாம். അപ്പോൾ നമ്മൾ കോയമ്പത്തൂരുള്ള ഈ പെരിയല സ്വീറ്റ്സിൽ നമ്മൾ കണ്ടതിൽ 2 വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇവിടെ ഈ ഉണ്ടാക്കാനായിട്ടുള്ള കടലമാവ്, അരിപ്പൊടി തുടങ്ങിയ സാധനങ്ങളൊന്നും ഡയറക്റ്റായിട്ട് വാങ്ങിക്കില്ല. അവർ അരിയൊക്കെ വാങ്ങിച്ച് ഇവിടെ പൊടിക്കുകയാണ്. അതിനുള്ള ചെറിയൊരു മില്ല് ഇവിടെ ഉണ്ട്. പിന്നെ വൃത്തി, നമ്മൾ ഒരുപാട് ഇൻഡസ്ട്രിയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിനേക്കാളും നല്ല വൃത്തിയിലാണ് ഇവരിവിടെ ഈ സ്വീറ്റ്സൊക്കെ മേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പ്രൊഡക്ട്സാണ്. അപ്പോൾ കസിൻസ് പെരിയല സ്വീറ്റ്സിലെ എല്ലാ സ്വീറ്റും എല്ലാ പലഹാരങ്ങളും ടേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മധുരങ്ങളുടെ ലോകത്ത് നിന്ന് കസിൻസ് വിട പറയാണ്. കോയമ്പത്തൂരിലെ മറ്റു കാഴ്ചകളുമായിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെയ്ക്കും ബൈ.